നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വന്തമായൊരു വീട് എന്ന കൃപേഷിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. ഓലക്കുടിലിലെ ജീവിതത്തിന് വിട നൽകി കൃപേഷിന്റെ കുടുംബം ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കും. ഗൃഹപ്രവേശന ചടങ്ങിൽ ഹൈബി ഈഡൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മഞ്ചേശ്വരം ഹൊസങ്കളിയിൽ ജർമ്മൻ സംഘത്തെ തടഞ്ഞു നിർത്തി 16,000 രൂപ കവർന്നു. കവർച്ച നടത്തിയത് 5 അംഗ സംഘമെന്ന് സൂചന. പോലീസിന് നേരെ കയ്യേറ്റം നടത്തിയ യുവാവ് അറസ്റ്റിൽ. ഉപ്പള ഐല കോളർഗുഡയിലെ അശ്വത് കുമാറാണ് അറസ്റ്റിലായത്. മുത്തലിബ് 2ാം ചരമവാർഷികം അനുസ്മരണ സംഗമവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ചെമ്പകം പൂക്കുമിടം നവമാധ്യമ കൂട്ടായ്മ കാസർഗോട്ട് ചെമ്പകോത്സവം സംഘടിപ്പിച്ചു. ചെയർമാൻ വർഗീസ് കോശി ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദം വിളംബരം ചെയ്തു. ഉദ്യാവറ അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രം ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലെത്തി. ക്ഷേത്രം ഭാരവാഹികൾക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. കുരിശുമരണത്തിലൂടെ യേശുദേവൻ മാനവരാശിക്ക് സമ്മാനിച്ച പുതുജീവന്റെ ഓർമ്മയുമായി നാടെങ്ങും ദുഃഖവെള്ളി ആചരിച്ചു. ജില്ലയിലെ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. സ്വന്തമായൊരു വീട് എന്ന കൃപേഷിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. ഓലക്കുടിലിലെ ജീവിതത്തിന് വിട നൽകി കൃപേഷിന്റെ കുടുംബം ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കും. ലളിതമായി നടന്ന ഗൃഹപ്രവേശന ചടങ്ങിൽ വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഹൈബി ഈഡൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കൃപേഷിന്റെ ഓലമേഞ്ഞ കുടിലിന് സമീപത്തായാണ് പുതിയ വീട് നിർമ്മിച്ചത്. ഹൈബി ഈഡൻ MLAയുടെ തണൽ ഭവന പദ്ധതി പ്രകാരമാണ് കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങിയത്. കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ, അമ്മ ബാലാമണി, സഹോദരിമാരായ കൃപ, കൃഷ്ണപ്രിയ എന്നിവരോടൊപ്പം മനസ്സുകൊണ്ട് കല്യോട്ട് ഗ്രാമവും ഈ കൊച്ചു സന്തോഷത്തിൽ പങ്കാളികളായി. കൃപേഷും കൂട്ടുകാരൻ ശരത്ലാലും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഓലമേഞ്ഞ ഒറ്റമുറിക്കുടിലിൽ കഴിയുന്ന കുടുംബത്തിന്റെ സങ്കടകഥ മാധ്യമങ്ങളിലൂടെ നാടറിഞ്ഞത്. കൃപേഷിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് കൊച്ചിയിലായിരുന്ന ഹൈബി ഈഡൻ MLA അപ്പോൾ തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. തന്റെ മണ്ഡലത്തിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി വീട് നിർമ്മിച്ചു നൽകുന്ന തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃപേഷിന്റെ കുടുംബത്തിനായി 3 കിടപ്പുമുറി, ഹാൾ, അടുക്കള, സിറ്റൌട്ട് എന്നിവയുൾപ്പെടെ 1000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 20 ലക്ഷത്തിലേറെ രൂപ ചെലവിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 44 ദിവസം കൊണ്ട് റെക്കോർഡ് വേഗത്തിലായിരുന്നു വീടിന്റെ നിർമ്മാണം. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ ഹൈബി ഈഡൻ പ്രചരണ തിരക്കിനിടയിൽ നിന്നും ഭാര്യ അന്ന, മകൾ ക്ലാര എന്നിവരോടൊപ്പം വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു. ലളിതമായി നടന്ന ഗൃഹപ്രവേശ ചടങ്ങിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും പങ്കുചേർന്നു. ഗൃഹപ്രവേശ ചടങ്ങിനിടെയും കൃപേഷിന്റെ ഓർമ്മകളായിരുന്നു വീട് നിറയെ. അച്ഛൻ കൃഷ്ണൻ സ്വന്തമായൊരു വീടെന്ന മകന്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് വീണ്ടും കൃപേഷിന്റെ ഓർമ്മകളിൽ വാചാലനായി. എല്ലാം എൻ്റെ വീട് ഒരു ചെറ്റപ്പുരയായിരുന്നു. താമസിക്കാൻ എൻ്റെ സൗകര്യം കുറവായിരുന്നു. അതുകൊണ്ട് അവൻ എല്ലാ കേസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി പ്രദീപനോട് മുമ്പേ പല കള്ളക്കേസിൽപ്പെട്ട് ആ കേസിൽ സ്റ്റേഷനിൽ പോവുകയും എല്ലാം ചെയ്ത് പ്രദീപായിരുന്നു. അപ്പോൾ അവൻ്റെ എല്ലാം അവനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആദ്യം അവൻ പുറത്ത് നേതാക്കന്മാർക്ക് അറിയിക്കുകയും ആ ഫലമായി ഞങ്ങൾക്ക് ഈ വീടില്ലാതെ ഇനി സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാതെ വീടാണ് നമുക്ക് പെങ്ങൾക്കും അച്ഛനും അമ്മക്കുമായി അവൻ്റെ പാടിൽ അവൻ നമുക്കൊരു വീട് കിട്ടിയത്. അതുകൊണ്ട് മകൻ നഷ്ടപ്പെട്ട ദുഃഖങ്ങളും ഇതിനുകൂടെ നമ്മളെ മനസ്സിൽ എന്ത് കിട്ടിയാലും തേയില്ല. പക്ഷേ മകൻ നഷ്ടപ്പെട്ടത് തന്നെയാണ്. അമ്മ ബാലാമണി, സഹോദരിമാരായ കൃപ, കൃഷ്ണപ്രിയ എന്നിവരുടെ മുഖത്തും വേദന തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അത്താണി നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ വേദനയിൽ നാട്ടുകാരും ചടങ്ങിനെത്തിയവരും പങ്കുചേർന്നെങ്കിലും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും നീറുന്ന ഓർമ്മകൾ ഒരു കണ്ണുനീർ നനവായി വീണ്ടും വീണ്ടും അവിടെ പടർന്നുകൊണ്ടേയിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. തിരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. LDF കാസർഗോട്ട് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്മൃതി ഇറാനി, സീതാറാം യെച്ചൂരി തുടങ്ങിയ ദേശീയ നേതാക്കളും മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ശനിയാഴ്ച ജില്ലയിലെത്തും.
ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചതെന്ന് കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ ശബരിമലയെ കലുഷിത ഭൂമിയാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായോ മുന്നണിക്കെതിരായോ വസ്തുതാപരമായ വിമർശനങ്ങൾ മോദിക്ക് ഉന്നയിക്കാനായിട്ടില്ല. മംഗലാപുരം പ്രസംഗത്തിന് നൽകിയ മറുപടിയായി പച്ചക്കള്ളമാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ വിശ്വാസ്യത തെളിയിക്കാൻ തിരുവനന്തപുരം പ്രസംഗത്തിലും മോദിക്കായില്ല. തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം ഇതേ നുണ ആവർത്തിക്കുമ്പോൾ പ്രധാനമന്ത്രി കള്ളമാണ് പറഞ്ഞത് എന്നതിനു കൂടി മറുപടി പറയുന്നതായിരുന്നു സാധാരണ നല്ലത്. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത അദ്ദേഹം കാത്തു സൂക്ഷിക്കണ്ടേ. ഞാൻ പറഞ്ഞത് കള്ളമല്ല, വസ്തുതാപരമാണ്. ഇതാ ഇന്ന ആളുകൾ ഇവരെ കേസിൽ കുടുക്കിയിരിക്കുന്നു. അവർ ദൈവനാമം ഉച്ചരിച്ചതിൻ്റെ പേരിലാണ് കേസിൽ കുടുക്കിയത് എന്ന് പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയണ്ടേ. അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പഴയ പ്രചാര രീതി തന്നെ സ്വീകരിച്ചു, പഴയ കള്ളം ആവർത്തിച്ചു. സ്ത്രീകളെയടക്കം ആക്രമിച്ചവരെ കേസിൽ പ്രതിയാക്കിയതാണ് മോദിയെ പ്രകോപിപ്പിച്ചത്. ക്രിമിനലുകൾക്കും കൊലപാതകികൾക്കും പാരിതോഷികം നൽകുന്ന രീതി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നേക്കാം. പക്ഷേ അത് കേരളത്തിൽ നടക്കില്ലെന്ന് മോദി ഓർക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ക്രിമിനലുകൾക്കും കൊലയാളികൾക്കും പാരിതോഷികവും സംരക്ഷണവും നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നൽകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇത് നാട് വേറെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല. ക്രിമിനൽ പ്രവൃത്തി ആര് ചെയ്താലും അവർക്കെതിരെ നിയമത്തിൻ്റെ കരങ്ങൾ നീളും. ആരും ഇവിടെ നിയമത്തിനതീതരല്ല. നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്തെ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന ഒരു പ്രദേശമാണ് ഈ സംസ്ഥാനം എന്നത് മോദി ഓർക്കണം. LDFന്റെ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കുമ്പള പ്രസ് ഫോറം മുൻ അംഗവും പ്രാദേശിക പത്രപ്രവർത്തകനുമായിരുന്ന മുത്തലിബിന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സംഗമവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പരിപാടികളിൽ കിട്ടുമ്പോൾ പലപ്പോഴും സംസാരിക്കും, പല കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതികളിൽ മന്ദമുണ്ടായിരുന്നു. പെട്ടെന്ന് അപകടത്തിലൂടെ മരിച്ചു എന്നുള്ള വാർത്തയും ആ ഫോട്ടോ കാണുന്ന സമയത്താണ് പല രീതിയിലുള്ള ഓർമ്മകൾ മനസ്സിൽ കടന്നുപോയത്. മുത്തലിബിന്റെ പേരിൽ ഏർപ്പെടുത്തിയ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനുള്ള ഉപഹാരവും പ്രശസ്തി പത്രവും കാരവൽ കുമ്പള ലേഖകൻ KA അബ്ദുള്ളയ്ക്ക് ഡോക്ടർ പാവൂർ മുഹമ്മദ് ഇബ്രാഹിം സമ്മാനിച്ചു. അവാർഡ് തുകയായ 10,001 രൂപ മുത്തലിബിന്റെ കുടുംബത്തിനു വേണ്ടി കുമ്പള പ്രസ് ഫോറം നിർമ്മിക്കുന്ന ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് കൈമാറി. പ്രസ് ഫോറം പ്രസിഡന്റ് സുരേന്ദ്രൻ ചീമേനി അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ഷാഫി തിരുവത്ത് മുത്തലിബ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സാഹിത്യകാരൻ വിനോദ് കുമാർ പെരുമ്പള മുഖ്യാതിഥിയായിരുന്നു. അഷ്റഫ് കർല, അഹമ്മദ് അലി കുമ്പള, MA മൂസ, ഹമീദ് കാവിൽ, സത്താർ ആരിക്കാടി, അബ്ദുൽ ലത്തീഫ് ഉളുവാർ, അബ്ദുല്ല കുമ്പള, KMA സത്താർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ ജർമ്മൻ സംഘത്തെ തടഞ്ഞു നിർത്തി പണം കവർന്നു. 16,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. 5-അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. ഗോവയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ജർമ്മൻ സംഘം. ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ജർമ്മൻകാരായ 4-അംഗ സംഘം ഒമ്നി വാനിൽ ഗോവയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. ഹൊസങ്കടിയിലെത്തിയ സംഘം വിശ്രമിക്കുവാൻ ലോഡ്ജ് തിരക്കി നടക്കുന്നതിനിടയിലാണ് കവർച്ചയ്ക്കിരയായത്. ഇവരെ 5-അംഗ സംഘം തടഞ്ഞു നിർത്തി പണം കവരുകയായിരുന്നു. ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസിൽ പരാതിയും ലഭിച്ചിട്ടുണ്ട്. ജർമ്മൻ സംഘത്തിന്റെ 16,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് കവർച്ചാ സംഘത്തിനായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക് KCN.
പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ ഒരാളെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപ്പള ഐല കോളാർഗുഡയിലെ നാഗപ്പ എന്നവരുടെ മകൻ അശ്വത് കുമാറാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രി ഉപ്പള ഐല മൈതാനത്തിന് സമീപത്തെ ക്ഷേത്രത്തിൽ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഗാനമേള നടക്കുന്നതിനിടെ ഒരു കാർ അമിത വേഗതയിൽ ഓടിച്ചുപോയത് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിനെതിരെ കയ്യേറ്റമുണ്ടായത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അശ്വത് കുമാർ അടക്കമുള്ള കണ്ടാൽ തിരിച്ചറിയുന്ന 50 പേർക്കെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അശ്വത് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. മറ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. CPM നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്യുന്ന സ്ഥിതിയാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഇപ്പോൾ രാഹുൽ വിരുദ്ധ രാഷ്ട്രീയമാക്കി CPM മാറ്റിയെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ. CPM നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലേക്ക് തരം താഴുകയാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തെന്ന് പിണറായിയെ പേടിക്കാതെ തുറന്നു പറയാൻ യെച്ചൂരി തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ CMP ആഗ്രഹിക്കുന്നത് 2004 പോലെ ജ്യോതിബാസുവും അതേപോലെ തന്നെ ഷോലിക്കും ചെയ്തതുപോലെ എല്ലാ മതേതര ശക്തികളുടെയും കൂട്ടിച്ചേർക്കുന്ന കണ്ണിയായി CPM പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ CPM-മായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഇവിടെ എല്ലാ ഇടതുപക്ഷ കക്ഷികളുടെയും മതേതര കക്ഷികളുടെയും ഒരു കൂട്ടിച്ചേർക്കുന്ന കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം സ്വയം ദുർബലമാവുകയും ഇടതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ ഒരു തോൽവി കളി തുടങ്ങുന്നതിന് മുമ്പേ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഇടതുപക്ഷം നിൽക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർ CPM-നെ തിരസ്കരിക്കുമെന്നും CP ജോൺ വ്യക്തമാക്കി. CMP നേതാക്കളായ CA അജീർ, VK രവീന്ദ്രൻ, V കമാരൻ, CV തമ്പാൻ, K സുകുമാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ചെമ്പകം പൂക്കുമിടം നവമാധ്യമ കൂട്ടായ്മ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചെമ്പകോത്സവം സംഘടിപ്പിച്ചു. ചെയർമാൻ വർഗീസ് കോശി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ TMA കരീം അധ്യക്ഷത വഹിച്ചു. P കരുണാകരൻ MP മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്ത് അവാർഡ് വിതരണം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ ശ്രീചിത്രൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. കടത്തുവഞ്ചി എന്നൊരു നോവൽ ചെറുപ്പത്തിൽ തകഴി എഴുതുന്നുണ്ട്. കടത്തുവഞ്ചി എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. കടത്തുവഞ്ചി കടവൊക്കെ കടന്നു പോയി. ആ പുസ്തകത്തിന്റെ കോപ്പി പോലും കിട്ടാനില്ല. പക്ഷേ കടത്തുവഞ്ചി എന്ന പുസ്തകവുമായി കേസരിയെ പോയി കാണുകയും കേസരി ഇങ്ങനെ മണിമാളികയിൽ ഇരിക്കുന്ന മനുഷ്യരെ പറ്റിയല്ല, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്തവർ, വെയിലത്ത് പണിയെടുക്കുന്നവർ, കടലോരങ്ങളിൽ ജീവിക്കുന്നവർ, മലയടിവാരങ്ങളിൽ ജീവിക്കുന്നവർ, വനങ്ങളിൽ ജീവിക്കുന്നവർ, ഇങ്ങനെ തനിക്ക് പരിചയമില്ലാത്ത ലോകത്ത് ഒരുപാട് മനുഷ്യരുടെ വേദനകൾ നിറഞ്ഞൊരു നാട്ടിലാണ് നാം കേരളത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് താൻ പോയി ഈ പുസ്തകം ഏറ്റവും പെട്ടെന്ന് തീയിലിട്ട് കളയുകയും എന്നിട്ട് അങ്ങനെയുള്ള മനുഷ്യരെ പറ്റി ഒരു പുസ്തകം എഴുതുകയും വേണം എന്നാണ് കേസരി തകഴിയെ ഉപദേശിക്കുന്നത്. അങ്ങനെ തകഴി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ചെമ്മീൻ. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് വിധുബാല, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ, രവീന്ദ്രൻ പാടി, മണിനയനം, റിനിൽ തൈര, വിജിത, സെക്രട്ടറി ബാലകൃഷ്ണൻ മയൂരം, കുഞ്ഞിരാമൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കുമാരി മഞ്ജിമ 100 ദിനം കൊണ്ട് പൂർത്തീകരിച്ച 100 ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. ദേശീയ ജലസംരക്ഷണ അവാർഡ് നേടിയ വിധുബാല, ജൈവ കർഷകൻ കണ്ണാലയം നാരായണൻ, ശാരദ S നായർ, മഞ്ജിമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ചെമ്പകം കുടുംബത്തിലെ കലാകാരന്മാർ അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി. നാടോടി നൃത്തം, സംഘഗാനം, സംഘനൃത്തം, സിനിമാറ്റിക് ഡാൻസ്, കവിതാലാപനം, ഗാനാലാപനം, നാടൻപാട്ട് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളാണ് വേദിയിൽ അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് KCN. മതസൗഹാർദ്ദം വിളംബരം ചെയ്ത് ഉദ്യാവര അറസു മഞ്ചിഷ്ണാർ ക്ഷേത്രം ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലെത്തി. ഉത്സവം ക്ഷണിക്കുവാനെത്തിയ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് 1000 ജമാഅത്ത് ഭാരവാഹികൾ നൽകിയത്. വിഷു കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് എല്ലാ വർഷവും ഉദ്യാവര മാട അറസു മഞ്ചിഷ്ണാർ ക്ഷേത്ര ഭാരവാഹികൾ ഉത്സവം ക്ഷണിക്കുവാൻ 1000 ജമാഅത്ത് പള്ളിയിലേക്ക് എത്തുന്നത്.
ക്ഷേത്രം ഭാരവാഹികൾക്ക് ഉത്സവം പോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് 1000 ജമാഅത്ത് പള്ളിയിൽ പോയി ഉത്സവം ക്ഷണിക്കുന്നത്. മതസ്നേഹത്തിന്റെ പ്രഭ ചൊരിഞ്ഞ് ഘോഷയാത്രയായാണ് ക്ഷേത്രം ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലേക്ക് യാത്ര തിരിച്ചത്. ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ചുവന്ന ഉടയാടകളും മുല്ലമാലകളും അണിഞ്ഞ വെളിച്ചപ്പാടന്മാരും വാദ്യമേളങ്ങളും ഉണ്ടായിരുന്നു. മുല്ലപ്പൂ മാലയണിഞ്ഞ് കൊമ്പുവിളക്ക് പള്ളിവാളിളക്കി വെളിച്ചപ്പാടുകളും പരിവാരങ്ങളും പള്ളിമുറ്റത്ത് പ്രവേശിച്ചപ്പോൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങുകയായിരുന്ന വിശ്വാസികൾ ഇരുവശങ്ങളിലേക്കും മാറി നിന്ന് അവരെ സ്വീകരിച്ചു. പള്ളിമുറ്റത്തെത്തിയ വെളിച്ചപ്പാടന്മാർ അന്തരീക്ഷത്തെ ഭക്തി നിർഭരമാക്കി ഉത്സവത്തിന്റെ വരവറിയിച്ച് ഉറഞ്ഞുതുള്ളി. ക്ഷേത്രത്തിൽ നിന്നും മഞ്ജു ഭണ്ഡാരി, തിമ്മ ഭണ്ഡാരി, ദുഃഖ ഭണ്ഡാരി, ദയാകർ മാട, ജയ്പാൽ ഷെട്ടി എന്നിവരാണ് 2 വർണ്ണങ്ങളടങ്ങുന്ന ഭാരവാഹികളോടൊപ്പം കാൽനടയായി ಪಳ್ಳಿയിലെത്തി ಉತ್ಸವത്തിന് അനുമതി ചോദിച്ചത്. ಒಂದು ವಿಶೇಷವಾದ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಉದ್ಯಾವರ ಮಾಡ ಅರಸು ಮಂಜುನಾಥ ದೈವಗಳ ಉತ್ಸವವು ಮೇ 9ನೇ ತಾರೀಕಿಗೆ ಈ ವರ್ಷ ನಡೆಯಲಿಕ್ಕಿದೆ. 5 ದಿವಸದ ಉತ್ಸವದಲ್ಲಿ ಎಲ್ಲ ಮುಸ್ಲಿಂ ಬಂಧು ಬಾಂಧವರು ಭಾಗವಹಿಸಿ ಹಿಂದೂಗಳ ಒಟ್ಟಿಗೆ ಜತೆಗೂಡಿ ಈ ಉತ್ಸವವನ್ನು ವಿಶೇಷವಾಗಿ ಆಚರಿಸುವಂಥ ಒಂದು ಪರ್ವಕಾಲ. ಎಲ್ಲರೂ ನಾವು ಈ ದಿವಸ ವರ್ಷಾವಧಿ ಉತ್ಸವದ ಬಗ್ಗೆ ಮಸೀದಿ ಭೇಟಿಯಾಗಿ ಮಸೀದಿ ಹತ್ತಿರ ಬಂದು ದೈವಗಳ ಭೇಟಿಯಾಗಿ ದೈವಗಳ ಶೇಖರಗಳ ಭೇಟಿಯಾಗಿ ಅವರಿಗೆ ಅವರ ಆಶೀರ್ವಾದ ಪಡೆದು ನಾವು ಇವಾಗ ಇಲ್ಲಿಂದ ಇದನ್ನು ಆಚರಿಸ್ತಾ ಇದ್ದೇವೆ. സംഘത്തെ പള്ളി പ്രസിഡന്റ് സൂപ്പി ഹാജി, സെക്രട്ടറി മൊയ്തീൻ ഹാജി, അഹമ്മദ് ബാവ ഹാജി, അബൂബക്കർ മാഹിൻ ഹാജി, ഹനീഫ് PA തുടങ്ങിയവർ സ്വീകരിച്ചു. 1000 ജമാഅത്ത് ഉദ്യാവരം 1000 ജമാഅത്തിനെ സന്ദർശിച്ച് ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സഹോദരന്മാരെയും അവരുടെ ക്ഷേത്രോത്സവത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ഒരു ചടങ്ങാണ്. എല്ലാ വർഷവും ഇതിവിടെ നടക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ കൂടി പറയാൻ പറ്റും. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ചടങ്ങാണ്. ഈ മുഴുവനും ഇന്ത്യക്കും ഇതൊരു മാതൃകയാണ്. ഈ മാതൃകാപരമായ ഈ ചടങ്ങ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി 1000 വർഷത്തോളമായി ഈ ചടങ്ങ് ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ സാഹോദര്യം വിളിച്ചോതുന്ന സാഹോദര്യം കാണിച്ചു തരുന്ന ഒരു ചടങ്ങായി ഇവിടെ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. നമുക്ക് വളരെ അഭിമാനമുണ്ട്. ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ഭാരവാഹികൾ ക്ഷേത്രം അധികാരികളെ കാര്യം ധരിപ്പിക്കുകയും ഉത്സവത്തിൽ ജമാഅത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. എല്ലാ വർഷവും ക്ഷണം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്കെത്തുന്ന ജമാഅത്ത് ഭാരവാഹികൾ പണവും നെല്ലും കാണിക്കയായി നൽകും. പള്ളിയിലെ ഉറൂസ് നേർച്ചയ്ക്ക് ക്ഷേത്ര കമ്മിറ്റിയും തിരിച്ച് അരിയും നെല്ലും വെളിച്ചെണ്ണയും നൽകാറുണ്ട്. ക്ഷേത്രത്തിൽ ജമാഅത്ത് ഭാരവാഹികൾ ഇടതുവശത്തും ക്ഷേത്രം ഭാരവാഹികൾ വലതുവശത്തും ഇരുന്നാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുക. ഉദ്യാവരയ്ക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന അണ്ണ, തമ്മ, മുണ്ടത്തായ ദൈവങ്ങളാണ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നെത്തിയ അണ്ണ, തമ്മ ദൈവങ്ങൾക്ക് മുണ്ടത്തായ ദൈവം തുണ നൽകി എന്നാണ് ഐതിഹ്യം. ഈ സൗഹൃദത്തെ തുടർന്ന് മുണ്ടത്തായ ദൈവം തനിക്കും അണ്ണ, തമ്മ ദൈവങ്ങൾക്കും ഐസ്രാൽ ഗുത്തു തറവാട്ടുകാരോട് ക്ഷേത്രമൊരുക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഉദ്യാവര അറസു മഞ്ചിഷ്നാർ ക്ഷേത്രം നിർമ്മിക്കാനിടയായതെന്നാണ് വിശ്വാസം. എന്തായാലും മതസൗഹാർദ്ദത്തിന്റെ നിറവിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഒരു നാടിന്റെ ഉത്സവം തന്നെയാണ്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അടുത്ത മാസം 9 കൊടിയുയരും. 15 വരെ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാ, സാംസ്കാരിക, ധാർമ്മിക പരിപാടികളും നടക്കും. അബ്ദുൽ റഹ്മാൻ, ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പൈക്ക നെക്രാജെ ശ്രീരാമ ഭജന മന്ദിരത്തിന്റെ 57ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക പൂജകളിലും വഴിപാടുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, ദീപപ്രതിഷ്ഠ, വിവിധ സംഘങ്ങളുടെ ഭജന എന്നിവ നടന്നു. കൂടാതെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. മഹാപൂജയോടുകൂടി പരിപാടിക്ക് സമാപനമായി. പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി പേരാണ് ഭജന മന്ദിരത്തിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. കുരിശുമരണത്തിലൂടെ യേശുദേവൻ മാനവരാശിക്ക് സമ്മാനിച്ച പുതുജീവന്റെ ഓർമ്മയുമായി നാടെങ്ങും ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ഗാഗുൽത്താമലയിലേക്ക് കുരിശുമായി പീഡനങ്ങൾ സഹിച്ച് യേശു നടത്തിയ യാത്രയുടെയും അതിനുശേഷമുള്ള കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദുഃഖവെള്ളിയെ വിശ്വാസികൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി വരവേറ്റു.
ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരിശിന്റെ തിരുശേഷിപ്പ് ചുംബനവും പീഡനാനുഭവ വായനകളും നടന്നു. ജില്ലയിലെ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വന്തമായൊരു വീട് എന്ന കൃപേഷിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. ഓലക്കുടിലിലെ ജീവിതത്തിന് വിട നൽകി കൃപേഷിന്റെ കുടുംബം ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കും. ഗൃഹപ്രവേശന ചടങ്ങിൽ ഹൈബീഡൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ ജർമ്മൻ സംഘത്തെ തടഞ്ഞു നിർത്തി 16,000 രൂപ കവർന്നു. കവർച്ച നടത്തിയത് 5 അംഗ സംഘമെന്ന് സൂചന. പോലീസിന് നേരെ കയ്യേറ്റം നടത്തിയ യുവാവ് അറസ്റ്റിൽ. ഉപ്പള ഐല കോളർഗുഡയിലെ അശ്വത് കുമാറാണ് അറസ്റ്റിലായത്. മുത്തലിബ് 2ാം ചരമവാർഷികം അനുസ്മരണ സംഗമവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ചെമ്പകം പൂക്കുമിടം നവമാധ്യമ കൂട്ടായ്മ കാസർഗോട്ട് ചെമ്പകോത്സവം സംഘടിപ്പിച്ചു. ചെയർമാൻ വർഗീസ് കോശി ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദം വിളംബരം ചെയ്തു. ഉദ്യാവറ അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രം ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലെത്തി. ക്ഷേത്രം ഭാരവാഹികൾക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. കുരിശുമരണത്തിലൂടെ യേശുദേവൻ മാനവരാശിക്ക് സമ്മാനിച്ച പുതുജീവന്റെ ഓർമ്മയുമായി നാടെങ്ങും ദുഃഖവെള്ളി ആചരിച്ചു. ജില്ലയിലെ ദേവാലയങ്ങളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇതോടുകൂടി KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.